മനുഷ്യരുടെ എല്ലാം ഉള്ളിൽ ഹിംസ ഒളിഞ്ഞുകിടപ്പുണ്ടെന്നാണ് പ്രശസ്ത ഇംഗ്ലീഷ് തത്വചിന്തകനായ തോമസ് ഹോബ്സ് പറയുന്നത്. വയലൻസിന്റെ ഏതറ്റം വരെയും പോകാൻ കഴിയുമെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളി. പോലീസുകാരനെ ചവിട്ടിക്കൊല്ലുന്നതും പിഞ്ചുകുഞ്ഞിനെ യാതൊരു പ്രകോപനവുമില്ലാതെ കിണറ്റിലെറിയുന്നതും കൊലപാതകത്തിനു ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കുന്നതും തുടങ്ങി എന്തെല്ലാം ക്രൂരകൃത്യങ്ങളാണ് അനുദിനമിവിടെ സംഭവിക്കുന്നത്. ഹിംസയുടെ ഫലമായി ഇരയ്ക്കുണ്ടാകുന്ന തീവ്രമായ വേദനയുടെ കെടുതികളൊന്നും സ്ക്രീനിൽ കാണിക്കാതെ ആക്രമിക്കുന്ന രംഗങ്ങൾ സ്ലോ മോഷനിൽ സ്ക്രീൻ ടൈം കൂടുതൽ നൽകി അവതരിപ്പിക്കുമ്പോൾ ഹിംസ ഹീറോയിസമാണെന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ മികച്ച കോമഡി ചിത്രങ്ങൾ ഇറങ്ങിയത് മലയാളത്തിലായിരുന്നു. മലയാള സിനിമയുടെ ഹാസ്യത്തിന്റെ ഗ്രാഫ് എത്ര പെട്ടെന്നാണ് താഴേക്ക് വീണത്. 2020 ശേഷം മലയാളത്തിൽ ഇറങ്ങിയത് വിരലിൽ എണ്ണാവുന്ന കോമഡി ചിത്രങ്ങൾ മാത്രമാണ്. ആ സ്ഥാനം വയലൻസ് മുഖ്യ പ്രമേയമാവുന്ന ചിത്രങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. മലയാളത്തിൽ മാത്രമല്ല ഈ സ്ഥിതി. തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലപാതകത്തിന്റെ പ്രചോദനം KGF-ലെ റോക്കി ഭായ് ആയിരുന്നത്രേ. ദൃശ്യം മോഡൽ ഒരു ക്ലീഷയായി മാറി. സൂക്ഷ്മദർശിനി ഇനി എന്നാണ് സംഭവിക്കുന്നതെന്നറിയില്ല. ലോക്ക്ഡൌണിൽ വീട് പൂട്ടിയിരുന്ന് OTT-യിലൂടെ നിരന്തരം കണ്ട കൊറിയൻ സീരീസ് മുതൽ കൾട്ട് സിനിമകൾ വരെ ഹിംസയുടെ വസന്തത്തിന് കാരണമായിട്ടുണ്ട്. ഹൈപ്പർ റിയൽ വയലൻസ് ആണ് യുവതയുടെ ട്രെൻഡ്. കമ്മട്ടിപ്പാടം, തല്ലുമാല, അങ്കമാലി ഡയറീസ് മുതൽ മാർക്കോ വരെ കുറേ ചിത്രങ്ങൾ ഈ നിരയിലുണ്ട്. വയലൻസിനെ എത്രമാത്രം സ്വാഭാവികമാക്കാമോ അത്രമാത്രം സ്വാഭാവികമാക്കുന്നു. ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റയിലേക്കുള്ള മാറ്റം ടെക്സ്റ്റുകളിൽ നിന്ന് റീലുകളിലേക്കുള്ള മാറ്റം കൂടിയായിരുന്നു. അടുത്ത കാലത്ത് ഉയർന്നു വന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ചിലർ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പ്രശസ്തരായവരാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർ ജയിലിലേക്ക് കയറുന്ന രംഗം വരെ റീലാക്കി മാറ്റി. റോഡിലൂടെ നിയമം ലംഘിച്ച് നടത്തുന്ന റേസുകളും നിയമപാലകരെയും അധികാരികളെയും ചീത്ത പറയുന്ന രംഗങ്ങളും ട്രെൻഡിങ് ആകുന്നത് നിയമവ്യവസ്ഥയെപ്പറ്റിയുള്ള ഭയം ഇല്ലാതാക്കുക കൂടിയാണ്. അശ്ലീലം പറഞ്ഞുകൊണ്ട് മാത്രം ട്രെൻഡിംഗ് ആയ വീഡിയോകൾ ധാരാളം. പല യൂട്യൂബേഴ്സും അശ്ലീലത്തെയും അബ്നോർമാലിറ്റിയെയും നോർമലൈസ് ചെയ്യുന്നു. കുട്ടികൾക്ക് പെരുമാറ്റത്തെ പറ്റിയുള്ള വികലമായ ധാരണകൾ ഉണ്ടാക്കുന്നു. തെരുവ്, പൊതുസ്ഥലങ്ങൾ, അയൽപ്പക്കങ്ങൾ ഇവിടെയൊക്കെ നടക്കുന്ന വഴക്കുകളും സംഘർഷങ്ങളും മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാൽ പെട്ടെന്ന് തന്നെ അത് വൈറലായി മാറാറുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ പോലും കുട്ടികൾ ചേരിതിരിഞ്ഞ് അടിയുണ്ടാക്കുന്നു. വടി നഷ്ടപ്പെട്ട അധ്യാപകർ ബാലാവകാശത്തെ ഓർത്ത് നെടുവീർപ്പിടുകയാണ്. പണ്ട് തെറ്റ് എന്ന് വിചാരിച്ചിരുന്ന പെരുമാറ്റങ്ങളും തെറിവിളികളും സ്വാഭാവിക പ്രതികരണമാണെന്ന ധാരണ വേഗം കുട്ടികൾക്കും യുവാക്കൾക്കും ഇടയിൽ വളരുന്നുണ്ട്. ക്രമപ്പെടുത്തലാണ് സംസ്കാരം. വിദ്യാഭ്യാസം, മതം, നിയമവ്യവസ്ഥ തുടങ്ങിയവയെല്ലാം ഈ ക്രമപ്പെടുത്തലിന്റെ ഏജൻസികളാണ്. അതിനെല്ലാം അപ്രസക്തമാക്കുകയാണ് ഇപ്പോൾ സിനിമയും സോഷ്യൽ മീഡിയയും. പിടിമുറുക്കേണ്ടതുണ്ട്, മെത്തഡോളജികൾ പുതുക്കേണ്ടതുമുണ്ട്.